إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 94-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ യുദ്ധസന്ദർഭവുമായി ബന്ധപ്പെട്ട ചില വചനങ്ങളാണ് ഈ ആയത്തിലുള്ളത്. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്നതായാൽ, അതായത് ധർമ്മസമരത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുന്നതായാൽ, ഫത്തബയ്യനു, നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ചു മനസ്സിലാക്കുവിൻ, വലാ തഖൂലു, നിങ്ങൾ പറയാൻ പാടില്ല, ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലമ, നിങ്ങളോട് സമാധാനം പ്രകടിപ്പിക്കുന്നവരോട് നിങ്ങൾ പറയാൻ പാടില്ല. എന്ത് പറയാൻ പാടില്ല? ലസ്ത മുഅ്മിനൻ, നിങ്ങൾ സത്യവിശ്വാസിയല്ല എന്ന് പറയാൻ പാടില്ല. എന്താണ് ഇതിന്റെ സന്ദർഭം? നോക്കൂ നിങ്ങൾ, യുദ്ധ സാഹചര്യം, യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ശത്രുപക്ഷത്തിൽ നിന്നും ആരെങ്കിലും അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവർ സത്യവിശ്വാസിയല്ല എന്ന് പറയാൻ പാടില്ല. കാരണം അവർ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് നിങ്ങൾക്കറിയില്ല. അവർ ചിലപ്പോൾ വിശ്വാസിയായിരിക്കാം, അവർ ശത്രുപക്ഷത്ത് നിലകൊള്ളുന്നവരായിരിക്കാം, അവർ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ വാൾത്തലപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തന്ത്രത്തിന് വേണ്ടവർ സലാം ചൊല്ലുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തബ്തഖൂന അർളൽ ഹയാത്തദ് ദുനിയ, അത് മാത്രമല്ല തബ്തഖൂന, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, അർളൽ ഹയാത്തദ് ദുനിയ, ഈഹികമായ ദുനിയാവിന്റെ വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ യുദ്ധാനന്തര മുതലുകൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള അതിക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫഇന്നല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കലാണ്, മഗാനിമു കസീറത്തുൻ, ഒരുപാട് ധാരാളം ഗനീമത്തുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടെന്നാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. കദാലിക, അപ്രകാരമാണ്, കുന്തും മിൻ ഖബൽ, നിങ്ങൾ മുമ്പ് അപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് നിങ്ങൾ പല അക്രമങ്ങളും ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നും പാടില്ല. ഫമന്നല്ലാഹു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു ദാക്ഷിണ്യം കാണിച്ചിരിക്കുകയാണ്, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. ഫതബയ്യനു, അതിനാൽ നിങ്ങൾ വ്യക്തമായി സുവ്യക്തമായി അന്വേഷിച്ചു മനസ്സിലാക്കണം കാര്യങ്ങൾ എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ ആ സ്വഭാവ വൈശിഷ്ട്യ ഗുണങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.